ഹലോ എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അവരക്ക വെച്ചിട്ടൊരു സിമ്പിളായിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പം നമുക്കിന്ന് അവരക്ക വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ പാന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. ആ കടുക് നല്ല പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ഒരു വലിയൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതും പച്ചമുളകും അരിഞ്ഞതും കൂടിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. എരിവിനാണ് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഇതിൽ ചേർക്കില്ല കേട്ടോ. മെഴുക്കുവരട്ടിയല്ലേ. മെഴുക്കുവരട്ടി മുളക് ചേർത്ത് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഉപ്പെല്ലായിടത്തേക്ക് എത്തുന്ന പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന അവരക്ക ചേർത്ത് കൊടുക്കാം. അവരക്ക ഞാനിവിടെ 400 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ വലുപ്പത്തിലൊന്ന് അരിഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്കിനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ഉള്ളിയും ഉപ്പും എല്ലാം എല്ലായിടത്തേക്കും എത്തുന്ന പോലെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിത് വെന്തോന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് ഏകദേശം പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിൽ തന്നെ വെള്ളത്തിൻ്റെ ഇത് അംശം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അതിലുള്ള വെള്ളത്തിൽ തന്നെ നല്ലപോലെ വെന്ത് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഒന്നും കൂടി നോക്കി നോക്കാം. അപ്പോൾ ഇത് ഏകദേശം 3/4 വേവായിട്ടുണ്ട്. ഇനി നമുക്കത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ നല്ല പോലെ കുറച്ച് വെച്ചിട്ട് ആ തീയിൽ വെച്ച് നല്ല പോലെ മുരിച്ചെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവരക്ക മെഴുക്കുവരട്ടി ഏകദേശം രൂപത്തിലൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണം. അപ്പം നമ്മുടെ അവരക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല പോലെ വെന്ത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നല്ലപോലെ ക്രിസ്പി ആക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ നമ്മുടെ ഓണം സീരീസ് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് എത്രയും പെട്ടെന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.